പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വരുന്ന ചോദ്യമാണ് ഹൗ ടു ഫൈൻഡ് എ പ്രോപ്പർട്ടി. കാരണം പ്രോപ്പർട്ടി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിൽ മേജറായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോപ്പർട്ടി ഓണേഴ്സിന് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി ഓണേഴ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാരണം ഈ പ്രോപ്പർട്ടി ഓണേഴ്സിനെ ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ സർവീസ് പിച്ച് ചെയ്ത് നമ്മുടെ സർവീസിനെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ ഒരു കസ്റ്റമറാക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 10 വെബ്സൈറ്റുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 99 acres, മാജിക് ബ്രിക്സ്, Makaan.com, OLX, ക്യുക്കർ ഹോംസ്, അതുപോലെ 10 പോർട്ടലാണ് ഞാൻ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഈ പോർട്ടലിലോട്ട് പോകാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ പോർട്ടലുകൾ യൂസ് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടി ഓണേഴ്സിന് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഒരു ലിസ്റ്റിംഗ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക? അപ്പോൾ ഞാൻ പോപ്പുലറായിട്ടുള്ള ഒരു ഫസ്റ്റത്തെ ഒരു 3 പോർട്ടലുകൾ ഞാൻ ട്രയൽ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. എങ്ങനെയാണ് ഇതിനകത്തോട്ട് കയറുന്നത്, എങ്ങനെയാണ് ഒരു ലിസ്റ്റിംഗ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് 99 acres തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ 99 acresൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്ത് ട്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് വേണം ഇതിനകത്തോട്ട് കയറാൻ വേണ്ടി കേട്ടോ. അത് അത്ര വലിയ പ്രോസസ്സൊന്നുമല്ല, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന എൻ്റെ ലാപ്ടോപ്പിലാണ്. നിങ്ങൾ മൊബൈലിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും സിമിലർ ആയിട്ടുള്ളൊരു വ്യൂ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ഓണേഴ്സിനെയും പ്രോപ്പർട്ടി ലിസ്റ്റിങ്ങും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മുകളിൽ പോകുന്ന സമയത്ത് കാണാം ബൈ, റെൻറ്റ്, ന്യൂ ലോഞ്ച്, PG, കോ ലിവിങ്, കമേഴ്ഷ്യൽ, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. നമ്മുടെ ലൊക്കേഷൻ ഒബ്വിയസ്ലി കൊച്ചി ആയതുകൊണ്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ കൊച്ചി സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ കൊച്ചിയിൽ നിന്ന് റിസൾട്ട് ഉണ്ട്. അപ്പോൾ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ഏകദേശം 561 ലിസ്റ്റിംഗ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 2 ആഴ്ച മുമ്പ് ലിസ്റ്റ് ചെയ്ത പ്രോപ്പർട്ടി കാണാം, 5 ദിവസം മുമ്പ് ഇട്ടത് കാണാം, 1 വീക്ക് മുമ്പ്, 3 ദിവസം മുമ്പിട്ട് പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തൊരു പ്രോപ്പർട്ടി ഹാദി എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 35,000 രൂപയുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 പേര് ഈ വീക്ക് തന്നെ കോൺടാക്ട് ചെയ്തു. ഈ പ്രോപ്പർട്ടി ഏകദേശം ക്ലോസ് ആവാറായി തോന്നുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ലിസ്റ്റിങ്ങിനെ കുറിച്ചും റെസ്പോൺസിനെ കുറിച്ചും പിന്നെ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഓണേഴ്സിനെയും ലിസ്റ്റിങ്ങും ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രൊജക്റ്റിൽ ഒരെണ്ണം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡീലറാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഓണർ ലിസ്റ്റ് ചെയ്തൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഓണേഴ്സാണ് നമ്മൾ ബേസിക്കലി തപ്പുന്നത്. അപ്പോൾ 99 acres നമുക്കൊരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓണർ എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിൽ നിങ്ങൾക്ക് ഫിൽറ്ററുകൾ കാണാനായിട്ട് സാധിക്കും. പല ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് വെരിഫൈഡ് പ്രോപ്പർട്ടീസ്, ഫേർണിഷ്ഡ് പ്രോപ്പർട്ടി മാത്രം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോസ് മാത്രമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓണേഴ്സിൻ്റെ ഫിൽറ്റർ ഇട്ടുകൊണ്ട് സെർച്ച് ചെയ്യുമ്പോൾ 342 ഓണേഴ്സ് പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്തൊരു ലിസ്റ്റിങ്ങിലേക്ക് ഒന്ന് ജസ്റ്റ് നമുക്ക് പോയി നോക്കാം എന്താണെന്നുള്ളതൊന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടാറ്റയുടെ ഒരു പ്രൊജക്റ്റ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ടാറ്റയുടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 75,000 രൂപയാണ് മന്ത്ലി റെൻറ്റ് വരുന്നത്. 3 BHK 4 ബാത്റൂമാണ് വരുന്നത്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, എന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഫേസിങ് അങ്ങോട്ടാണ്, അവിടെയുള്ള അമ്യൂണിറ്റീസ്, അതേപോലെ എത്രയാണ് പ്രോപ്പർട്ടിയുടെ പഴക്കം, അങ്ങനെ എല്ലാ എൻറ്റയർ ഡീറ്റെയിൽസും. ഇത് 24ാമത്തെ ഫ്ലോറാണ്, ടോട്ടൽ 25 ഫ്ലോറാണ് ഉള്ളത്. അങ്ങനെ എൻറ്റയർലി ഒരു പ്രോപ്പർട്ടീനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ഫേർണിച്ചേഴ്സിൻ്റെ എണ്ണങ്ങൾ, അതായത് ഫാനിൻ്റെ എണ്ണം, ഫ്രിഡ്ജ്, അതുപോലെ കേർട്ടൻസ് എന്തൊക്കെയുണ്ട് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് കോൺടാക്റ്റ് ഓണർ ഫ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനില്ലേ. ഈ ഒരു പ്രൊവിഷൻ നിങ്ങൾ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ ആക്ച്വലി യൂസ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി എൻ്റെ പ്ലാൻ എക്സ്പയർഡ് ആയിട്ടാണുള്ളത്, അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ജസ്റ്റ് ഈ ഒരു സ്വിച്ച് അമർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നേരെ കോൺടാക്റ്റ് നിങ്ങളുടെ ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പർ എടുത്ത് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ലിസ്റ്റിംഗ് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു 5 ലിസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തത് വരുന്ന ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ബോസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2,900 മുതലാണ്. ഇത് 3,000 റുപ്പീസാണ് ഒരു മാസത്തെ വാലിഡിറ്റിയിൽ. നിങ്ങൾക്ക് 25 കോൺടാക്ട്സ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഈ ഒരു പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് നല്ലൊരു പാക്കേജാണ് കേട്ടോ. കാരണം 3,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 25 ഓണേഴ്സിന് കിട്ടുകയാണെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ റെൻ്റൊക്കെ കണ്ടില്ലേ 75,000 രൂപയ്ക്കാണ്. ബെയർ മിനിമം നമുക്കൊരു 20,000-25,000 30,000 ഒക്കെയാണ് റെൻ്റൽ വരുന്നത്. അപ്പോൾ നല്ലൊരു കൺവെർഷൻ നടന്നാൽ തന്നെ ഏകദേശം 30,000 രൂപയുടെ ബിസിനസ് നടന്നു. അപ്പോൾ നല്ല വർത്തായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ആക്ച്വലി 1 ഇയറിലെ ലിസ്റ്റിംഗ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സിസ്റ്റത്തിൽ ഇല്ലയെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് 99 acres നോക്കിക്കഴിഞ്ഞപ്പോൾ ഇനി മാജിക് ബ്രിക്സിലോട്ടൊന്ന് പോവാം. മാജിക് ബ്രിക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഞാൻ തുറന്നിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ സെയിം നമ്മൾ 99 acresൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ റെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്കിവിടെ ഓൾറെഡി കൊച്ചി ഞാൻ സെർച്ച് ചെയ്ത്
ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു സെർച്ച് ബട്ടണിൽ അമർത്തിയിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ കാണിക്കും. അപ്പോൾ ഞാൻ ഓണേഴ്സ് പ്രോപ്പർട്ടി ആയിരുന്നു എന്ന് തോന്നുന്നു ഇവിടെ ഫിൽറ്റർ ഇട്ടുണ്ടായിരുന്നത്. ഇവിടെ 60 പ്രോപ്പർട്ടീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മാജിക് ബ്രിക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം പെയ്ഡ് ആയിട്ടാണ് കേട്ടോ ചെയ്യണം. ഫ്രീ ആയിട്ട് നമുക്ക് ചില ലിസ്റ്റിങ്ങിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ എടുക്കാനായിട്ടും സാധിക്കും. ഇപ്പോൾ നമുക്കിവിടെ ഓണേഴ്സിൻ്റെ ഫിൽറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഇടാനുള്ള ഓപ്ഷനും നമുക്കുണ്ട്. ഇപ്പോൾ ഒരു ആഡ് മോർ ഫിൽറ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാ അവൈലബിലിറ്റി മുതൽ ടെനൻസ്, പോസ്റ്റഡ് ബൈ ടൈം, ഫ്ലോർ, നമ്മളവിടെ കണ്ട പോലെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരു മിനിറ്റ് ഓക്കെ റൈറ്റ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റ് കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലെറ്റ്സ് സേ ഇതൊരു ഓണർ പ്രോപ്പർട്ടിയാണെന്ന് വിചാരിക്കുക. അവിടെ കോൺടാക്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കോൺടാക്ട് ഫോം വരും. അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു OTP നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലോട്ട് വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓണറുടെ കോൺടാക്റ്റ് കിട്ടും. അപ്പോൾ മാജിക് ബ്രിക്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് 2-3 വട്ടമൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് ഇല്ലാത്തത്. പിന്നെ പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 19 acres കണ്ട പോലെ ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഇനീഷ്യലി സ്റ്റേജിൽ നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും കൂടെ അത്യാവശ്യം കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഹാക്ക് പറഞ്ഞുതരാം, നിങ്ങൾ മൾട്ടിപ്പിൾ ഫോൺ നമ്പറേഴ്സിൽ നിന്ന് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറേ പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത സൈറ്റ് നമ്മൾ OLXിലേക്ക് വന്നിരിക്കുകയാണ്. OLXിലേക്ക് വരുന്ന സമയത്ത് OLXിൽ അപ്പാർട്ട്മെൻറ്റ്സോ പ്രോപ്പർട്ടീസോ മാത്രമല്ല എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ OLX എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ മാറ്റി ഇവിടെ ഞാൻ കൊച്ചി കൊടുക്കുകയാണ്. കൊച്ചി കേരള കൊടുത്തു. അപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് സെർച്ച് ചെയ്യാം. നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ഫോർ റെൻ്റ് എന്ന് സെർച്ച് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ OLXിൽ ഒരുപാട് ലിസ്റ്റിംഗ് ഉള്ളതുകൊണ്ട് ഒരു സെക്കൻഡ്. കൊച്ചിയിൽ അപ്പാർട്ട്മെൻറ്റ് ഫോർ റെൻ്റ് എന്ന് സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് അപ്പാർട്ട്മെൻറ്റ്സും വീടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലും ഒരുപാട് ലിസ്റ്റിംഗ് ഉണ്ട്. OLXിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ട്രയൽ കാണിക്കുന്നുണ്ട്, ഒരുപാട് ഫിൽറ്റർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ നമുക്കൊരു 70,000 രൂപയുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കോഴിക്കോട് ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ കൊച്ചിയാണ് സെർച്ച് ചെയ്തത്, അറിയില്ല കേട്ടോ എന്താ അങ്ങനെ വന്നത്. ഓക്കെ, പനമ്പള്ളി നഗറിൽ നമുക്കൊരു 2 BHK വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെർച്ച് ചെയ്യാം. ജസ്റ്റ് കാഷ്വലി എടുത്ത് കാണിച്ച് തരികയാണ് കേട്ടോ. അതാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തത്. നോർമലി നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഒരു 20,000 മുകളിലോട്ട് പോകുന്ന ടിക്കറ്റ് സൈസിൽ നമുക്ക് നോക്കുക എന്നുള്ളതാണ്. ഇത് 10,000 2 BHK എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീടിൻ്റെ മുകളിലൊക്കെയുള്ള ചിലപ്പോൾ ഒരു പോർഷൻ ആയിരിക്കാം കേട്ടോ, ഒരു 10,000 എന്നൊക്കെ പറയുന്ന സമയത്ത്. ഓക്കെ, എനിവേ നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ആക്സസ് ചെയ്യുക? ചാറ്റ് വിത്ത് സെല്ലർ കൊടുത്ത് എൻക്വയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ഒരു ചാറ്റിലോട്ട് പോകാം. അപ്പോൾ OLXിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എൻക്വയറി ഇടാം. അപ്പോൾ ഓണർ നിങ്ങൾക്ക് നമ്പർ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ചിൽ ഇവിടെ ഒരു എൻക്വയറി ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനുള്ള പ്രൊവിഷനും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ OLXും 19 acresഉം മാജിക് ബ്രിക്സും എങ്ങനെയാണ് എടുക്കുന്നത്, അതെങ്ങനെയാണ് ലിസ്റ്റിങ്ങും പ്രോപ്പർട്ടി ഓണേഴ്സിൻ്റെ കോൺടാക്റ്റും എടുക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തിരിച്ചു വന്നിട്ട് അടുത്ത സെഷനിലോട്ട് പോകാം. എങ്ങനെ ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കാം, എങ്ങനെ ഒരു പ്രോപ്പർട്ടി ഓണറിലേക്ക് എത്താം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ കോൺടാക്ട്സും കുറേ പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ഏതൊക്കെ പ്രൊജക്റ്റിലാണ്, ഏതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ള എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്തായിരിക്കും? തീർച്ചയായിട്ടും നമ്മുടെ സർവീസ് എൻഗേജ് ചെയ്യുക എന്നുള്ളൊരു സ്റ്റെപ്പാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം നമ്മൾ കൊടുക്കാൻ പോകുന്ന സർവീസിൻ്റെ ഒരു പ്രൈസിങ് കണ്ടെത്തുക. മൂന്നാമത്തെ കാര്യം എന്തൊക്കെ രീതിയിലാണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ആക്ച്വൽ നമ്മുടെ സർവീസിൻ്റെ മോഡൽ എന്നുള്ളതും കൂടി നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ട് വേണം അടുത്തത് പ്രോപ്പർട്ടി ഓണറെ കോൺടാക്ട് ചെയ്ത് നമ്മളെക്കുറിച്ചും നമ്മുടെ സർവീസിനെ കുറിച്ചും നമ്മുടെ പ്രൈസിങ്ങിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് ആ പ്രോപ്പർട്ടി എൻഗേജ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെറിയൊരു വീഡിയോയിലൂടെ നമുക്ക് ഈ 3 കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്താലോ?